അനങ്ങാത്തൊലി കാട്ടിക്കൊണ്ട് ഫോണും കളഞ്ഞു. എല്ലാം നീ കാരണം വല്ല ഓടിക്കോ, നീയാണ് കാട്ടി കയറി പറിച്ചടിക്കാന്നും പറഞ്ഞ എന്നെ വിളിച്ചോണ്ട് പോയത്. ഞാനത് വെറുതെ പറഞ്ഞാണ്. അവന്മാർപ്പം നിന്നിട്ട് എനിക്ക് ചിരി നിർത്താൻ പറ്റണ്ടേ. 25 പേരാണ് നിന്ന് തൊലിക്കണം. ഒരാൾ ചിരിച്ചാൽ എല്ലാരും കൂടി ചിരിക്കും. ചിരിച്ചിരിച്ച് ഞാൻ ചത്തുവന്നവരെ വിചാരിച്ചു. അതാ നീ വിളിച്ചപ്പോ തന്നെ വന്നത്. എന്നാലും ആ സാധനം തപ്പി നമുക്ക് ഒരകത്തോട്ട് പോയല്ലേ. വടയെന്ന് കുറച്ചധികം കാട് നമ്മ കയറി 3 കിലോമീറ്റർ കൂടി നടന്നെങ്കിൽ കൊടൈക്കനാൽ എത്തിയാലേ. അത് കൃത്യമായിട്ട് നിനക്കെങ്ങനെ അറിയാം? സൈൻ ബോർഡ് കണ്ട് അതിന്റെ അടിയിൽ നിന്നല്ലേ നിനക്ക് മസ്കാരം കിട്ടിയത്. അപ്പൊ തന്നെ അതും കൂടി അടിച്ചെങ്കിൽ വേറെ ലോകത്തെത്തായിരുന്നു. ശരി എന്നാ, ബുള്ളറ്റ് അടിച്ചിട്ട് തന്നെ ഒരു വരെ ചൊവ്വേ നിൽക്കണ അവസ്ഥയായിരുന്നു. അതിന്റെ കൂടെ ഇനി മസ്കാരം കൂടി തിന്നേച്ചെങ്കിൽ നമ്മ തിരിച്ച് റൂം എത്തൂലായിരുന്നു. പൊതിഞ്ഞ റൂമിൽ കൊണ്ട് അടിച്ചത് നന്നായി. എന്നാലും എന്റെ ഫോൺ എവിടെ ആയിരിക്കും പോയത്? നീ ആ കൊരങ്ങന്മാർക്ക് ബിസ്ക്കറ്റ് കൊടുക്കണ കണ്ടപ്പോ തന്നെ എനിക്ക് നല്ല ബാഡ് അടിച്ചതാണ്. ചിലപ്പോ അവന്മാരടിച്ചു മാറ്റിയായിരിക്കും. കൊരങ്ങന്മാർക്ക് എന്തിനാണ് ഐഫോൺ? കൊരങ്ങന്മാരിൽ നിന്നല്ലേ മനുഷ്യന്മാരുണ്ടായത്. അവന്മാരുടെ കൂട്ടത്തിലും കാണും കള്ളന്മാര്. എന്തായാലും പോയത് പോട്ടെ, നമ്മ ജീവനോടെ തിരിച്ചെത്തിന് നീ ദൈവത്തിന് നന്ദി പറ. എന്തിന്? എനിക്കതിലൊന്നും വിശ്വാസമില്ല. എടാ, നമ്മളെ പോലെ കാട് കയറിയിട്ട് ഇതുവരെ തിരിച്ചു വരാത്തവന്മാരുണ്ട്. ജീവിച്ചിരിപ്പണ്ട മരിച്ചാന്ന് പോലും ആർക്കും ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. എന്നും പറഞ്ഞ് നമ്മ തിരിച്ചു വന്നതിന് ഞാൻ ദൈവത്തിനോട് നന്ദി പറയണം. എടാ, ഞാനൊരു എത്തിസ്റ്റ് ആണ്. ഒന്ന് പോടാ, ഞാൻ അവിടെ കിടന്ന് കൺകണ്ട ദൈവങ്ങളെ മൊത്തം വിളിച്ചിട്ടാ തിരിച്ചിറങ്ങാനുള്ള വഴി ഓർമ്മ വന്ന്. നീ പറഞ്ഞ വഴിയാ പോയെങ്കിൽ വല്ല ആദിവാസികളുടെ അമ്പത് എന്റെ ചങ്കത്തിരുന്നാന്. ട്രൈബൽ അറ്റാക്കിന്റെ ആനിമൽ അറ്റാക്കിന്റെ കാര്യം ഞാൻ മറന്നിരിക്കണേരുന്നു. അതുകൊണ്ട് ഇനി മേല കാട് കയറണമെന്ന് എന്നോട് പറയാൻ നിൽക്കരുത്. റിസോർട്ടിൽ നിന്ന് കാണാൻ പറ്റണ കാഴ്ചയൊക്കെ കണ്ടാ മതി. ആ കാണുന്ന മരങ്ങളുടെ ഡാൻസ് കളിയൊക്കെ കണ്ട് പൂവും പറിച്ച് നിന്ന് കഴിഞ്ഞാൽ വേറെ കുഴപ്പമൊന്നും ഇല്ലാണ്ട് വീട്ടിലെത്താം. ശരിയാണ്, വെറുതെ വീട്ടുകാരെ കരയിക്കണ്ട. എന്തായാലും അടുത്ത സീസൺ വരട്ടെ.